ഈ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഇത്തിരി ടാസ്കായ പരിപാടിയാണല്ലേ. ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ കൃത്യമായിട്ട് 5:30 കേട്ടോ എഴുന്നേറ്റുകൊണ്ടിരുന്നേ. ഈ ഒരു ഇയർ തൊട്ടിട്ട് ആമി മോൾക്ക് 7:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 6:45 വരെ ഉള്ള എല്ലാ പരിപാടികളും മാക്സിമം ഞാൻ തീർത്ത് പോകാറുമുണ്ട്. ഇനി 6:45 ശേഷം 7:30 വരെയുള്ള സമയം ആമിക്കുള്ളതാണ് കേട്ടോ. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൂടെ പോകുന്നതാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എന്നാലും ഈ ഒരു 4 മണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനും കുറേ അധികം സൈലൻസും എന്നെനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്. ആമിക്ക് പുതിയൊരു സ്കൂളും പുതിയൊരു അന്തരീക്ഷവും ടീച്ചേഴ്സ് പുതിയ ഫ്രണ്ട്സ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെങ്കിലേ അവളുടെ അമ്മ എന്നുള്ള നിലയിൽ അതിലും വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ദൈവത്തിനോട് പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുന്ന സമയത്തെ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ വോളിയൊക്കെ കുറച്ച് വെച്ച് ചെറുതായിട്ട് നല്ലൊരു ഭക്തിഗാനം വെച്ചിട്ട് നേരെ ഇങ്ങനെ പുലരുന്ന സമയത്തുണ്ടല്ലോ പല പാട്ടിലോട്ടേക്കും പോവേ. ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സ്ലോലി ആയിട്ട് തിരക്കൊന്നും പിടിക്കാതെ കുക്കൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഈ പുറത്തോട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇരുട്ടെന്ന് വെളിച്ചത്തിലോട്ടേക്ക് വരുന്നൊരു സമയമുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ പതിയെ വരാനും തുടങ്ങിയിട്ടുണ്ടാവും. വീടും നാടൊക്കെ വിട്ട് നിൽക്കുന്നവരുടെയും പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെയും മിക്കവരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് താങ്ങാനൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇന്നത് ഞാൻ ചെയ്തില്ലേ, ഇന്നത് നീ ചെയ്തില്ലേ എന്നുള്ള പരാതികളൊക്കെ കേട്ട് വരുന്നത്. നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്തല്ലേ പറ്റൂ. വേറെ ആരും ചെയ്തു തരാനൊന്നും ഇല്ലല്ലോ. കുക്കിംഗ് കഴിയുന്ന സമയത്ത് തന്നെ പാത്രങ്ങളും അപ്പാടെ തന്നെ കഴുകി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് കിച്ചണും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.